തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കർഷകർക്കും മുതിർന്ന പൗരന്മാർക്കും റോഡ് വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന രേഖ അവതരിപ്പിച്ചു. 2026-27 വർഷത്തെ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനായി സംഘടിപ്പിച്ച വികസന സെമിനാർ UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പുതിയ പദ്ധതികൾ. അവസാനം എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയുണ്ട്. അത് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ വരെ പല സമയത്തും അവരെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തി മാർച്ച് 31 ഇത് ചെലവഴിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. ആ അർത്ഥത്തിൽ നമുക്കുണ്ടായിക്കൂടാ. ഇത് നമ്മുടെ എല്ലാവരുടെയാണ് ഉത്തരവാദിത്വം. പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞാൽ ഉപാധ്യക്ഷൻ, നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ, അദ്ദേഹം കിട്ടുന്ന ഫണ്ടിൻ്റെ ഒരു നിർദ്ദേശം വയ്ക്കും. പ്ലാൻ ഫണ്ട് എത്ര, SC ഫണ്ട് എത്രയാണ്, ട്രൈബൽ ഫണ്ട് എത്രയാണ്, ഇങ്ങനെ തരംതിരിച്ച് നമുക്ക് കിട്ടുന്ന ഫണ്ടിനെ കുറിച്ചും, ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ബ്ലോക്കിലേക്ക് കിട്ടാറില്ലേ നമുക്ക്, ധനകാര്യ കമ്മീഷൻ നമുക്കത് കിട്ടുമെന്നുള്ള ഇത്രയൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല, കിട്ടുമെന്ന പ്രതീക്ഷയിലാവും ചിലപ്പോൾ വെക്കുന്നുണ്ടാവുക. എന്തായാലും ഇതെല്ലാം വെച്ച് നമ്മുടെ ബ്ലോക്കിനകത്ത് വരുന്ന വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങളും അവിടുത്തെ പദ്ധതിയും നമ്മുടെ പദ്ധതിയും ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ എന്തെല്ലാമെന്നും തനതായി ബ്ലോക്ക് പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നല്ല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമാണ് മികച്ച രീതിയിലുള്ള ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി രൂപീകരണമായി ആവും എന്ന കാര്യത്തിൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള 2026-27 വർഷത്തെ വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കർഷകർക്കുള്ള ക്ഷേമ പദ്ധതികൾ, റോഡ് വികസനം, മുതിർന്ന പൗരന്മാർക്ക് ഒഴിവു സമയം ചെലവഴിക്കുവാനുള്ള ഇടങ്ങൾ, ആരോഗ്യ സംരക്ഷണത്തിനായി ഓപ്പൺ ജിമ്മുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് പുതിയ പദ്ധതികൾ. UR പ്രദീപ് MLA ഡോക്ടർ KK ഗൗതമിന് വികസന രേഖ നൽകിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA ബാബു പദ്ധതി വിശദീകരണം നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്ദീപ് കോനനാഥ്, സജിത മുരളി, P കൃഷ്ണപ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം OS സജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന, ദേവിക രാജേന്ദ്രൻ, PR അശോക് കുമാർ, നേതാക്കളായ സ്മിത സുകുമാരൻ, VT ജയന്തി, KM രാധാകൃഷ്ണൻ, PV വിനു, KM അസീസ്, ജിൻസി ടീച്ചർ, KP ഷാജി, KK ശൈലജ, KA ശ്രുതി തുടങ്ങിയവർ വികസന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു.